ഹലോ മക്കളെ, അങ്ങനെ മുത്തപ്പനെയും കണ്ട് ഞങ്ങൾ കോഴിക്കോടേക്ക് തിരിച്ചു വരുന്ന വഴിയിൽ ബാലുശ്ശേരിയിലേക്കാണ് പോണത്. എൻ്റെ ഹൃദയമെടുപ്പ് നിങ്ങൾ കേട്ടില്ലേ? അത് കേൾപ്പിച്ചു തരാനാണ് ഞാൻ ഈ കഷ്ടപ്പാട് പെട്ടത്. അത്യാവശ്യം നല്ല രീതിയിൽ വ്ളോഗിങ് ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷെ ഇപ്പം എന്തോ കോൺഫിഡൻസ് കുറഞ്ഞുപോയി. ഇത് ഞങ്ങൾ ബാലുശ്ശേരിയിലേക്ക് പോകുന്ന വഴിയാണ്. അങ്ങനെ ഫുഡിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബാലുശ്ശേരിയിലെത്തി, കറക്റ്റ് സ്പോട്ടിലെത്തി. ഇവിടെ കണ്ടപ്പോൾ മക്കൾ തുള്ളി ചാടുന്നു കേട്ടോ. ഹൈവ പാർക്ക്, ഞങ്ങൾക്ക് കളിക്കാൻ പറ്റിയൊരിടം. ഇതായിരുന്നു 3 ആൾക്കാരും മനസ്സിലെ ഉദ്ദേശം. എൻ്റെ ഉദ്ദേശം നിങ്ങൾക്കറിയാലോ, വ്ളോഗിങ് ചെയ്യുക. അത് കഴിഞ്ഞ് ഞാൻ ക്യാമറയും കൊണ്ട് പാർക്കിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച ആ നിമിഷം നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഈ ദയനീയ അവസ്ഥ. മക്കളാണെച്ചെങ്കിലും അതിലേറെ എന്നേക്കാൾ ശോകമായിരുന്നു അവർ. തിരിച്ചു പോയാലോ എന്ന് വരെ ഞങ്ങൾ ചിന്തിച്ചു കേട്ടോ. സത്യം പറയാലോ, ഭയങ്കരമായിട്ട് നെഗറ്റീവ് അടിച്ചു. പക്ഷെ ഞങ്ങൾ വിട്ടുകൊടുത്തില്ല. സെറ്റ്, നമുക്ക് മഴയാണെങ്കിൽ മഴ ആസ്വദിക്കുന്നേ, ജീവിതം ഒന്നല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഭയങ്കരമായിട്ട് പരസ്പരം മോട്ടിവേഷൻ ചെയ്യുമായിരുന്നു. അല്ലാണ്ട് ഞങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഇത്തിരി സ്ട്രഗിൾ ചെയ്ത് വന്നിട്ട് ഇവിടെ കാണാണ്ട് പോയാൽ മോശമല്ലേ? ദേ ഈ സ്റ്റെപ്പ് കയറാൻ തുടങ്ങിയപ്പോഴും ആ മഴയൊക്കെ എങ്ങോട്ടോ പോയി, മാനം തെളിഞ്ഞു. ദേ ആ കാണുന്ന ബിൽഡിങ്ങിലെ അതിൻ്റെ മുകളിലെത്തിട്ട് നമുക്ക് കുറേ കമിതാക്കളൊക്കെ ഉണ്ട്. നമ്മൾ ഈ കട്ടുറുമ്പുകളൊക്കെ ആവും, എന്നാലും വേണ്ടില്ല, പോവാം അല്ലേ? ഇതാണ് കേട്ടോ ഫസ്റ്റ് ഫ്ലോറിൽ നിന്നുള്ള വ്യൂ. എന്താ ഭംഗിയില്ലേ? ഇനി സെക്കൻഡ് ഫ്ലോറിലേക്ക് പോവേ. എല്ലാവരുടെ കയ്യിലും ഉണ്ട് കേട്ടോ ഇങ്ങനെ കുട. ഏട്ടൻ കുടയും കുത്തിപ്പിടിച്ച് നടക്കാൻ നല്ല സുഖമല്ലേ? ഏട്ടൻ പറയും എനിക്ക് മോഹൻലാലിൻ്റെ മണിച്ചിത്രത്താഴത്തിലെ ഷൂട്ട് ചെയ്യണത് അതൊന്നും എടുക്കണമെന്ന്. ആ കുടയും പിടിച്ച് നടന്നിട്ട് കണ്ടോ എന്ത് ഭംഗിയാലേ. മക്കളെ എന്നെ പിടിച്ച് വലിച്ച് കൊണ്ടുപോയിരുന്നു കേട്ടോ. അമ്മായി വാ, ഇവിടെ വാ, അവിടെ ഉണ്ട് വ്യൂ, ഇത് ഷൂട്ട് ചെയ്യ്, അത് ഷൂട്ട് ചെയ്യ്. എൻ്റെ കയ്യിൽ ക്യാമറ ഉണ്ട്. 3 എന്നെ വെറുതെ വിട്ടില്ല. സത്യം പറയാലോ, എന്നെക്കാളും ഞാൻ വ്ളോഗിങ് ചെയ്യണതിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ടീം ഇവർ 3 ആളാണ്, കുട്ടിപ്പട്ടാളങ്ങൾ. അങ്ങനെയല്ല കേട്ടോ, എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നൊക്കെ ഉണ്ട്. പക്ഷേ കുറച്ചും കൂടി അവരൊപ്പം കമ്പനി ആകുമ്പോൾ ഭയങ്കര ഒരു നോസ്റ്റല്ലേ നമുക്ക്. എൻ്റെ ബ്രദറാണ്. എൻ്റെ ബ്രദറുടെ പേരും എൻ്റെ കെട്ടിയവൻ്റെ പേരും ചെറിയ മാറ്റമേ ഉള്ളൂ കേട്ടോ. എൻ്റെ ബ്രദർ പേര് രഞ്ജിത് ലാൽ, എൻ്റെ കെട്ടിയവൻ്റെ പേര് രഞ്ജു കൃഷ്ണൻ. അപ്പോൾ അവൻ്റെ സ്ലോമോ വീഡിയോ ഒക്കെ കഴിഞ്ഞ് ഞാൻ മക്കളെയും പിടിച്ചുകൊണ്ട് പോയിട്ട് റിവ്യൂ ചോദിക്കാൻ നിന്നതാണേ. അവർക്കാണെങ്കിൽ മുടിഞ്ഞ ചാട, ചെറുതനാണെങ്കിൽ അതിലേക്കാൾ ചാട. ആശി പറയടാ, റിവ്യൂ പറയടാ, കാല് പിടിച്ച് പറയേണ്ട അവസ്ഥയായിരുന്നു. എൻ്റെ കയ്യിൽ ക്യാമറ കിട്ടി കഴിഞ്ഞാൽ ഈ 3 എൻ്റെ പിന്നാലെ വിടൂലെന്ന് തന്നെ പറഞ്ഞില്ലേ. ഇതിലിപ്പോൾ 2 എണ്ണല്ലേ ഉള്ളൂ. തിരിച്ച് മുകളിൽ ഷൂട്ടിങ്ങിലായിരുന്നേ. നേരത്തെ ഏട്ടനെ ഞാൻ ട്രോളി കൊന്നതിൽ ഇതിൽ ഞാൻ പകരം തീർത്തിട്ടുണ്ട്. നല്ലൊരു അടിപൊളി ബീച്ചിങ്ങും കയറ്റി അവനെ മാസാക്കിക്കൊണ്ടിരുന്ന് നടത്തിയിട്ടുണ്ട് കേട്ടോ. ഇവനാണ് ഇപ്പം എൻ്റെ അച്ഛൻ, അങ്ങനെ തന്നെ പറയാം. ദേ കുട്ടികൾ കളി തുടങ്ങിയിട്ടോ. ആശീൻ്റെ ഒക്കെ മുഖത്തുള്ള ചിരി കണ്ടില്ലേ? ലച്ചുവാണെന്ന് വെച്ചെങ്കിലും ഇവർക്ക് 3 കളിച്ച് നടക്കുക, അവരുടെ പ്രായം അതല്ലേ. നമ്മൾ എപ്പോഴും വീട്ടിൽ പൂട്ടിയിട്ട് കിടക്കുമ്പോൾ എപ്പോഴെങ്കിലും ഞങ്ങളിങ്ങനെ ട്രിപ്പ് പോകുമ്പോഴൊക്കെയാണ് അവർ ഭയങ്കര റിലാക്സ്ഡ് ആവുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ പരമ ബോറിംഗ് ആയ വ്ളോഗിങ്ങും ഇത് ഞാൻ റീലെടുക്കാൻ നോക്കിയത്. എൻ്റെ കെട്ടിയോ എന്നെ പഠിപ്പിച്ചു തരാണ്. കൈ അങ്ങനെ വെക്കടി, കൈ ഇങ്ങനെ വെക്കടി. പക്ഷെ ഞാൻ എന്ത് ചെയ്യാനപ്പാ? അത്യാവശ്യം ഷോർട്സും കാര്യങ്ങളും ഒക്കെ ഞാനും ചെയ്തിരുന്നു. പക്ഷെ എൻ്റെ ഇപ്പോൾ ഭയങ്കര കോൺഫിഡൻസ് കുറഞ്ഞു പോയി. ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് കുറഞ്ഞു പോയി. പിന്നെ ഞങ്ങൾ അതൊക്കെ മതിയാക്കി 8 മടക്കി പോക്കറ്റിലിട്ട് പിള്ളേരെ പിന്നാലെ പോയി. ദേ ആശി ആ കമ്പമ്മ പിടിച്ചിട്ട് നിൽക്കാൻ ശ്രമിച്ചതാണ്. പക്ഷെ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് ആടിപ്പോയി. അവന് കയ്യിൽ നിന്ന് പോയി എന്ന് കണ്ടോളം വയ്ക്കി ഒരാട്ടും കൂടി ആടി കൊടുത്തു നോക്കി. പിന്നെ അവന് നിൽക്കാൻ പറ്റൂല എന്ന് കണ്ടോളം വഴിക്ക് മെല്ലെ കയ്യെ താത്തി വെച്ച് അതിലിരുന്ന് കിഴിഞ്ഞു വരാനാണ് ശ്രമിച്ചത്. അവന് നല്ല രീതിയിൽ അത് പേടി വന്നിട്ടുണ്ട് കേട്ടോ. താഴെ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മായി കയ്യിൽ നിന്ന് പോയതാ. കുട്ടികൾ കളിക്കുമ്പോഴൊക്കെ ഇങ്ങനെ തന്നെയല്ലേ. നമ്മളും ചെറുപ്പത്തിൽ അങ്ങനെയൊക്കെ ആയിരുന്നില്ലേ? മഴയും മഞ്ഞും മണ്ണും എന്തോ രസമായിരുന്നു അല്ലേ?
ആ നോസ്ട്രലിലേക്കൊക്കെ പോകാൻ എല്ലാവർക്കും താല്പര്യമല്ലേ. കണ്ടോ, അവൻ്റെ ചിരിയൊന്നും മങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട്. ഇത് കണ്ടപ്പോൾ മോള് വെറുതെ വിട്ടില്ല കേട്ടോ, അവനെയും കൊണ്ട് പിന്നെയും കയറടാ ഇറങ്ങടാന്ന് പറഞ്ഞിട്ട്. ഇപ്പം അവൻ ഓക്കെ. അങ്ങനെ ലച്ചും 2-3 വട്ടം അവിടെ കളിച്ച്, അച്ചു അവിടെ കളിച്ച്, അച്ചു അവിടെയും ഇവിടെയും ഓടി മറിഞ്ഞും ചാടിയും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ കുടുംബത്തിലെ ലാസ്റ്റത്തെ കുട്ടി. ഇവൻ വന്നിട്ട് ഒരു വർഷമായേ. ഞങ്ങൾ സന്തത സഹചാരി എന്ന് പറയാം. ഭയങ്കരമായിട്ട് പൊടിയും മണ്ണൊക്കെ ഉണ്ട്. ഒരു ലോങ് ഡ്രൈവ് വന്നതല്ലേ, ഇപ്പം മഴയും ഭയങ്കരമായിട്ട്. അപ്പം അങ്ങനെ ഞങ്ങളെല്ലാവരും ഓരോ ഐസ്ക്രീം കഴിച്ചു കേട്ടോ. മക്കൾ പിന്നെ സ്ലോ ഈറ്റേഴ്സാണ്. ഞാനും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഐസ്ക്രീം ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ വിട്ടുകളയില്ല. അതെ, ഇതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെന്ന് വെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും ചെയ്യുക. താങ്ക് യു മക്കളെ. ബൈ.